നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വാഹനം മറിഞ്ഞ് തലകുത്തി കിടന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക് ഉണ്ട്. അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ സാറിന്റെ വാഹനം, ഔദ്യോഗിക വാഹനം ഒരു അപകടത്തിൽപ്പെട്ടതിന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ വാഹനം കരണം മറിഞ്ഞ് തലകുത്തി കിടന്ന അവസ്ഥയിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടത്. ഡ്രൈവർക്കും ഗൺമാനും അദ്ദേഹത്തിനും യാതൊരുവിധ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പ്രധാന കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, വണ്ടി സ്ലോ ആയിരുന്നു. രണ്ട്, അവർ മൂന്നുപേരും കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കളക്ടർ കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് തന്നെ സീറ്റിൽ ചേർന്നിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലത് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ഒരു വണ്ടി തലകുത്തി കിടക്കുന്നു, നമ്മൾ സീറ്റ് ബെൽറ്റിൽ ചേർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയറ് വെച്ച് സീറ്റ് ബെൽറ്റിൽ കെട്ടിയിരിക്കുന്നത് പോലെ നമ്മൾ തലകീഴായി തൂങ്ങിക്കിടക്കുകയായിരിക്കും. അങ്ങനെ കിടക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല പോയി നേരെ റൂഫിലിടിക്കും, നമ്മുടെ കഴുത്തൊടിയും. കാരണം റൂഫ് ഫ്ലോറിലാണ്. സീരിയസ് ആയിട്ടുള്ള നെക്ക് ഇഞ്ചുറി ഉണ്ടാവും. അത് ചിലപ്പോൾ പെർമനന്റ് ഡിസബിലിറ്റിക്ക് തന്നെ കാരണമാകുന്ന ഒരു വലിയ അപകടമാണ്. പക്ഷെ ഇവർക്ക് 3 പേർക്കും അപകടം പറ്റിയില്ല. ഞാൻ കളക്ടറെ വിളിച്ചിരുന്നു. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു വാഹനം മറിഞ്ഞ് തലകുത്തി കിടന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു സിമ്പിൾ ടെക്നിക് ഉണ്ട്. അത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ടെക്നിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ എപ്പോഴും റൂഫിൽ ഇങ്ങനെ അമർത്തി പിടിക്കുക, നല്ല ബലത്തിൽ പിടിക്കുക. അങ്ങനെ പിടിച്ചതിന് ശേഷം മാത്രമാണ് ബക്കിൾ ഊരാവുള്ളൂ. അല്ലെങ്കിൽ ബക്കിൾ ഊരുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ട് ബോഡി പെട്ടെന്ന് റൂഫിലേക്ക് വീഴുന്നതും നമ്മുടെ കഴുത്തൊടിയാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളോ, എക്സാമ്പിളിന് കാലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും വശങ്ങളോ ബോഡിയോട് ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. പക്ഷെ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് റൂഫിലേക്ക് ഒരു കൈ അമർത്തി പിടിച്ചുകൊണ്ട് വേണം മറ്റേ ബക്കിൾ ഊരാൻ എന്നുള്ളതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് പാസ് ചെയ്യുക. കാരണം നമ്മളുടെ കേരളത്തിലെ സാഹചര്യത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഒരു അപകടം ഉണ്ടാകാവുന്നതാണ്. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഈ രക്ഷിക്കാൻ എന്ന ആളുകളാണെങ്കിലും പെട്ടെന്ന് ബക്കിൾ ഊരാനോ വലിച്ചൂരാനോ ശ്രമിക്കരുത്. അവരുടെ തല നിലത്തിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ഇത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സീറ്റ് ബെൽറ്റ് മസ്റ്റായി ധരിക്കുക എന്നുള്ള കാര്യം ഇതോടൊപ്പം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.